Good morning. മസ്ന audible ആണോ? Miss. Okay. വിഷ്ണു സ്ക്രീൻ ഓക്കെ അല്ലേ? Miss കാണുന്നുണ്ട്. ഓക്കെ. Two minutes കൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. എന്തായാലും ജോയിൻ ആവാത്തത്?
മോർണിംഗ് ടു ഓൾ. ഒഡിബിൾ ആണല്ലോ അല്ലേ? ഒഡിബിൾ അല്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്. ഓക്കെ, മാക്സിമം ഒരു 5 minutes ഒക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ക്ലാസ്സിന് ടൈം കിട്ടില്ല. സോ മാക്സിമം ക്ലാസ്സിൽ കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യാൻ നോക്ക്. 20 പേര് ഇല്ല ക്ലാസ്സിൽ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് അല്ലേ, യെസ്റ്റർഡേ നമ്മൾ ബേസിക് HTML-ന്റെ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയാണ് HTML കോഡ് എഴുതുക, ഓക്കെ, നിങ്ങൾ എങ്ങനെ നോട്ട് പാഡിൽ എഴുതിയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താ, ബേസിക് ടെക്സ്റ്റ് മാർക്കപ്പ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇവിടെ എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു HTML ഡോക്യുമെൻറ്റിൽ വരുന്ന കണ്ടന്റ് ഉണ്ടല്ലോ, ടെക്സ്റ്റ് കണ്ടന്റ്, how we can format that text content using HTML tags. Okay, HTML tags how you can format the content. അതാണ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാഗ് നമുക്ക് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം. HTML ഇപ്പോൾ ഒരു വെബ് പേജിൽ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവില്ല. ഇമേജസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, ടെക്സ്റ്റ് ഉണ്ടാവും, ഹൈപ്പർ ലിങ്ക്സ് ഉണ്ടാവും, ലിസ്റ്റ് ആയിട്ടുണ്ടാവും, ടേബിൾസ് ഉണ്ടാവും. സോ അതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് പാരഗ്രാഫ്. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്കൊരു ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ബോഡിയിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ പാരഗ്രാഫ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക ടെക്സ്റ്റ്. ഓക്കെ, നമുക്ക് എപ്പോഴും നമ്മൾ കണ്ടന്റ് എവിടെയാണ് കൊടുക്കുക, ബോഡി പോർഷനിലാണ് കൊടുക്കുക. ബോഡി പോർഷനിൽ കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ ടാഗ് യൂസ് ചെയ്യണം. ഏത് ടാഗാണ് യൂസ് ചെയ്യുക? പാരഗ്രാഫ് ടാഗാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയേ, ഇവിടെ പാരഗ്രാഫ് ടാഗിന് എങ്ങനെ കാണിക്കുക? ഇറ്റ് ഈസ് ദ ഓപ്പണിംഗ് ടാഗ്. ആംഗിൾ ബ്രാക്കറ്റിൽ P എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ആണ്. അതുപോലെ ആംഗിൾ ബ്രാക്കറ്റിൽ /P എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസിംഗ് ആണ്. സോ ഇറ്റ് ഹാസ് എൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സെക്ഷൻ. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ എന്ത് എഴുതും? കണ്ടന്റ് എഴുതും. അതായത് വെബ് പേജിൽ കാണിക്കേണ്ട കണ്ടന്റ്, ഡോക്യുമെന്റിലെ കണ്ടന്റ്. ഇവിടെ എന്താ എഴുതിയ? മാരി ഹാഡ്. നെക്സ്റ്റ് ലൈനിലാണ് ഞാൻ A എന്ന് പറഞ്ഞു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിലാണ് ലിറ്റിൽ ലാമ്പ് ഇറ്റ് വാസ് വൈറ്റ് ആസ് സ്നോ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ 3 lines ആക്കിയിട്ടാണ് കൊടുത്തതെങ്കിലും the output will be in single line. ഓക്കെ, മാരി ഹാഡ് ആൻഡ് ലിറ്റിൽ ലാമ്പ് ഇറ്റ് വാസ് വൈറ്റ് ആസ് സ്നോ. അതായത് അതിനെ മാക്സിമം എടുത്തിട്ട് നെക്സ്റ്റ് ലൈനിലോട്ട് പോകുന്നു. അതായത് ലൈൻ ബ്രേക്സ് ഇഗ്നോർഡ് ബൈ ബ്രൗസർ. ഓക്കെ, പാരഗ്രാഫ് ടാഗിൽ നിങ്ങൾ ലൈൻ ബ്രേക്ക് കൊടുക്കുകയാണെങ്കിലും ഇറ്റ് വിൽ ബി ഇഗ്നോർഡ് ബൈ ദ ബ്രൗസർ. നിങ്ങൾ എത്ര ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം അവരെന്ത് ചെയ്യും, ഒരു ലൈനിൽ കൊള്ളാവുന്നത് അത്രയും എഴുതിയിട്ടേ നെക്സ്റ്റ് ലൈനിൽ പോകുള്ളൂ. അതാണ് പാരഗ്രാഫ് ടാഗ്. നമ്മൾ എന്ത് കണ്ടന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലും ഇറ്റ് ഷുഡ് ബി എൻക്ലോസ്ഡ് വിത്തിൻ പാരഗ്രാഫ് ടാഗ്. അതാണ് പാരഗ്രാഫിന്റെ കേസ്. അതുപോലെ മൾട്ടിപ്പിൾ സ്പേസസ് ആർ റീപ്ലേസ്ഡ് ബൈ സിംഗിൾ സ്പേസ്. ഓക്കെ, ഇപ്പോൾ P എന്ന് പറഞ്ഞൊരു ഓപ്പണിംഗ് ടാഗ് ഉണ്ട്. അതിൽ ഗുഡ് എന്ന് എഴുതി ടാഗ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ലൈനിൽ ഞാൻ എന്ത് എഴുതു? വേറൊരു P എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. സോ ആ ടൈമിലാണ് ഇപ്പോൾ ഗുഡ്. ഓക്കെ, ഗുഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടാഗ് അവിടെ ക്ലോസ് ചെയ്തത് കൊണ്ട് എന്ത് ചെയ്യും? നെക്സ്റ്റ് ടാഗ് P ആണ്. സോ ഇറ്റ് മൂവ്സ് ടു നെക്സ്റ്റ് ലൈൻ. ഓക്കെ, അത് വേറെ നെക്സ്റ്റ് സെക്കൻഡ് ടാഗ് ആണ്. ഓരോ ടാഗ് ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ടാഗ് വരുമ്പോൾ അതർ ഓരോ സ്പെഷ്യൽ സെപ്പറേറ്റ് ലൈനിലാണ് കാണിക്കുക. ഓക്കെ, ഇപ്പോൾ ഗുഡ് എന്നുള്ളത് ഈ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, അപ്പോൾ അതൊരു ലൈനിൽ. നെക്സ്റ്റ് മോർണിംഗ് എന്ന് പറയുന്നത് വേറൊരു ടാഗിലാണ്. സോ അത് നെക്സ്റ്റ് ലൈനിലായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ മൾട്ടിപ്പിൾ സ്പേസസ് നമുക്ക് സിംഗിൾ സ്പേസ് ആയിട്ട് റീപ്ലേസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഈ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ടാഗിൻ്റെ ഉള്ളിലാണ് ഇത്രയും ലൈൻസ് നമ്മൾ ഇതാക്കി എഴുതിയിട്ടുള്ളത്. ബിക്കോസ് ദേ ആർ എൻക്ലോസ്ഡ് ഇൻ വൺ പാരഗ്രാഫ് ടാഗ്. ഇവിടെ നോക്ക്, ഇവിടെ ഗുഡ് എന്നുള്ളത് ഒരു ടാഗാണ്, ടാഗിലാണ് എഴുതിയിട്ടില്ല. മോർണിംഗ് എന്നുള്ളത് വേറൊരു ടാഗിലാണ് എഴുതിയിട്ടില്ല. സോ അത് സെപ്പറേറ്റ് ലൈനിൽ തന്നെ. ഇതാണ് പാരഗ്രാഫ് ടാഗ്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടാഗ് ആണ് പാരഗ്രാഫ് ടാഗ്. നെക്സ്റ്റ് വരുന്നതാണ് ലൈൻ ബ്രേക്സ്. എങ്ങനെ നമുക്ക് ലൈൻ ബ്രേക്സ് കൊടുക്കാം? ഒരു പാരഗ്രാഫ് ടാഗിൻ്റെ ഉള്ളിൽ തന്നെ, അത് പാരഗ്രാഫ് ടാഗ് ഓപ്പൺ ചെയ്തു, അത് ക്ലോസ് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ തന്നെ എങ്ങനെ ലൈൻ ബ്രേക്ക് കൊടുക്കാം? അതിനാണ് BR എന്ന് പറഞ്ഞ ടാഗ്. BR എന്ന് പറഞ്ഞ ടാഗ് XHTML ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാണ്. ആംഗിൾ ബ്രാക്കറ്റിൽ BR ബ്രേക്ക് സ്പേസ് / ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക.
ഇത് ഏതിൻ്റെ കേസ്? XHTML കേസ്. അതായത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് BR is a tag. അതിന് ഓപ്പണിങ്ങും ക്ലോസും കൂടെ ഒന്നാണ്. ഈ BR കഴിഞ്ഞിട്ട് സ്പേസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഹാസ് നോ കണ്ടന്റ്, വേറെ കണ്ടന്റ് ഒന്നും ഇല്ല. ഓക്കെ, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ബ്രേക്ക് ദ ലൈൻ. അപ്പോൾ പാരഗ്രാഫ് ടാഗിൽ ഗുഡ് എന്ന് എഴുതി, എന്നിട്ട് BR ടാഗ് കൊടുത്തിട്ട് ബ്രേക്ക് ദ ലൈൻ ആൻഡ് മോർണിംഗ്. അപ്പോൾ ഗുഡ്, നെക്സ്റ്റ് ലൈനിൽ എന്ത് വരും? മോർണിംഗ് വരും. പാരഗ്രാഫ് ടാഗ് ക്ലോസ് ചെയ്യാം. സോ ഇതും നമ്മൾ ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലൈനിൽ വരണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ടാഗ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും, പാരഗ്രാഫ് ടാഗ്. പക്ഷെ ലൈൻ ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പാരഗ്രാഫ് ടാഗ് തന്നെ സെപ്പറേറ്റ് ലൈനിൽ കിട്ടും. അപ്പോൾ XHTML ആണെങ്കിൽ BR സ്പേസ് സ്ലാഷ് ആംഗിൾ ബ്രാക്കറ്റ് കൊടുക്കാം. HTML കോഡിൽ നമുക്ക് എന്ത് ചെയ്യാം? വെറുതെ ആംഗിൾ ബ്രാക്കറ്റിൽ BR കൊടുത്താൽ മതി, സ്ലാഷ് വേണമെന്നില്ല. ഓക്കെ, സ്ലാഷ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എന്താണ്? ഓപ്പണിംഗ് ക്ലോസിംഗ് ആണ് ആൻഡ് ഇറ്റ് ഹാസ് നോ കണ്ടന്റ്. ഞാൻ പറഞ്ഞു എല്ലാ ടാഗും ഓപ്പണിംഗ് ക്ലോസിംഗ് അല്ല. ഓപ്പണിങ്ങിന് വേറെ ക്ലോസിങ്ങിന് വേറെ എന്ന് പറഞ്ഞില്ല. ചില ടാഗിന് ഇൻഡിവിജ്വലി ഒറ്റൊരു ഇതായി ഉണ്ടാവുള്ളൂ, ഒറ്റൊരു കോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ എക്സാമ്പിളാണ് BR. അപ്പോൾ BR ആംഗിൾ ബ്രാക്കറ്റിൽ വെറുങ്ങനെ എന്താ പറയുക, BR മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ HTML. ഇനി സ്ലാഷ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ XHTML കോഡാണ്. ഓക്കെ, ഇതാണ് ലൈൻ ബ്രേക്ക്. സോ പാരഗ്രാഫിന് വേണ്ടിയിട്ട് വി യൂസ് P ടാഗ്, ലൈൻ ബ്രേക്കിന് വി യൂസ് BR ടാഗ്. നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ വരും വേണമെങ്കിൽ, ഇപ്പോൾ കോഡ് എഴുതാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നെക്സ്റ്റ് ലൈനിലോട്ട് മൂവ് ചെയ്യേണ്ടി വരും. സോ അറ്റ് ദാറ്റ് ടൈം യു ഹാവ് ടു യൂസ് BR ടാഗ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പ്രിസർവിങ് വൈറ്റ് സ്പേസ്. നിങ്ങൾക്ക് വൈറ്റ് സ്പേസ് അതുപോലെ പ്രിസർവ് ചെയ്യണം. ഓക്കെ, അതായത് ഇവിടെ നോക്ക്, മാരി ഹാഡ് എ ലിറ്റിൽ ലാമ്പ്. അത് ആ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് കിട്ടണം. മാരി നെക്സ്റ്റ് ലൈനിൽ ഹാഡ്, നെക്സ്റ്റ് ലൈനിൽ ലാമ്പ്, ആ ഒരു പാറ്റേൺ. സോ അത് പ്രിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി യൂസ് PRE ടാഗ്. വി യൂസ് PRE, ആംഗിൾ ബ്രാക്കറ്റിൽ PRE കൊടുത്ത് ലാസ്റ്റ് അതിനെ ക്ലോസ് ചെയ്യാം. ഇതൊക്കെ ബോഡി HTML ബോഡി പോർഷനിലാണ് നമ്മൾ കൊടുക്കുക, ഈ ടാഗ് ഒക്കെ കൊടുക്കുക കേട്ടോ. ഹെഡ് സെക്ഷനിലല്ല, ബോഡി പോർഷനിലാണ് നമ്മൾ ഈ കോഡ് കൊടുക്കുക. അപ്പോൾ വൈറ്റ് സ്പേസ് പ്രിസർവ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വി യൂസ് PRE ടാഗ്. ടാഗ്സ് പഠിക്കണം, ടാഗ്സ് ഇൻഡിവിജ്വലി ചോദിക്കാം. വാട്ട് ഇസ് ദ യൂസ് ഓഫ് PRE ടാഗ്? വാട്ട്സ് ദ യൂസ് ഓഫ് BR ടാഗ്? ഫങ്ഷൻ ഓഫ് P ടാഗ്. സോ അതുകൊണ്ട് ഓരോ ടാഗും പഠിക്കുക. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, വൈറ്റ് സ്പേസ് പ്രിസർവ് ചെയ്തിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ യൂസ് PRE ടാഗ്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഹെഡിങ്സ്. ഹെഡിങ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കാണിച്ചു ഇല്ല, ഹെഡിങ്സ് കൊടുക്കുന്നത് നമുക്ക് H1 to H6 ഫോണ്ട് സൈസ് ഉണ്ട് ഹെഡിങ്. ഓക്കെ, H1, H2, H3, H4, H5 ആൻഡ് H6. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ബോഡി പോർഷനിൽ H1 ഓപ്പണിംഗ് ഉണ്ടാവും, ക്ലോസിംഗ് ടാഗും ഉണ്ടാവും. H1 എന്നിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, കണ്ടന്റ് എഴുതുക, ടാഗ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കിയേ ഉണ്ടോ? H1 എന്ന് പറഞ്ഞ എന്താണ് എഴുതിയിട്ടുള്ളത്? ഹെഡിങ് 1 ആണ് ഇതിൽ എഴുതിയ കണ്ടന്റ്. അപ്പോൾ ഹെഡിങ് 1ന്റെ ഫോണ്ട് സൈസ് കണ്ടോ? ഡിഫോൾട്ട് ആയിട്ട് HTML നിങ്ങൾക്ക് തരുന്ന ഫോണ്ട് സൈസ് ആണ് ഡിഫോൾട്ട് ആയിട്ടുള്ളത്. നമുക്ക് ചെയ്യാം, അത് CSS പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഫോണ്ട് സൈസ് ഒക്കെ മാറ്റാം. ഓക്കെ, ഡിഫോൾട്ട് ആയിട്ട് ഇങ്ങനെയാണ്. H1 എന്ന് പറഞ്ഞ സൈസ് ആയിരിക്കും ബിഗർ സൈസ്. H2 നെക്സ്റ്റ് H6 ആയിരിക്കും ഏറ്റവും എന്താണ് സ്മോൾ സൈസ് എന്ന് പറയുന്നത് H6 ആയിരിക്കും. സോ കണ്ടോ, ഓരോന്നിൻ്റെയും ഫോണ്ട് സൈസ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഹെഡിങ് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം. ബട്ട് ദർ ആർ ഓൺലി 6 ഫോർമാറ്റ്സ്: H1, H2, H3, H4, H5 ആൻഡ് H6. ദാറ്റ് ഓൾസോ ഓപ്പണിംഗ് ടാഗും ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ക്ലോസിംഗ് ടാഗും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹെഡിങ്സിൻ്റെ വേരിയേഷൻ ക്രിയേറ്റ് ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഹെഡിങ്സ്. ഇതുവരെ എടുത്തത് ക്ലിയർ ആണോ? പാരഗ്രാഫ് ടാഗ്, BR ടാഗ്, ഹെഡിങ്സിന്റെ ടാഗ് ആൻഡ് പ്രിസർവിംഗ് വൈറ്റ് സ്പേസ് PRE ടാഗ്. ഈ 4 ടാഗ്സ് ക്ലിയർ ആണോ? അതിൽ റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, കാർത്തിക്, ബോയ്സ് ആർക്കും മനസ്സിലായില്ലേ? കാർത്തിക്, നിതിൻ, പ്രണവ്, സംഗീത്,
ആകാശ്, അദ്വൈത്. Okay, so we'll continue. നെക്സ്റ്റ് വരുന്ന സെക്ഷനാണ് ഇതിൽ തന്നെ വരുന്നത്. ഓക്കെ, ഹെഡിങ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ബ്ലോക്ക് കൊട്ടേഷൻസ്. ഓക്കെ, എന്താണ് ബ്ലോക്ക് കൊട്ടേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പാരഗ്രാഫ് ടാഗ് ആണെങ്കിൽ ഒരു അലൈൻമെന്റ് ഉണ്ട്, ടെക്സ്റ്റിനെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു അലൈൻമെന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതല്ലാതെ വേറൊരു രീതിക്ക് നമുക്ക് ടെക്സ്റ്റിനെ ഡിസ്പ്ലേ ചെയ്യണം. നോർമൽ പാരഗ്രാഫ് ടാഗ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അത് ഫ്രം ദ ലെഫ്റ്റ് കോർണർ പോർഷൻ മുതലാണ് നോർമലി ഡിസ്പ്ലേ ചെയ്യുക. ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റ് എൻഡിൽ നിന്നാണ് ഡിസ്പ്ലേ തുടങ്ങുക പാരഗ്രാഫ്. അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ഇൻഡന്റേഷൻ കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്ക് ഔട്ട് യൂസ് ചെയ്യും. ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ട് സൈഡിലും ഇൻഡന്റേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ഔട്ട് എന്ന് പറഞ്ഞ ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുക. കോഡ് നോക്കിയേ, എക്സാമ്പിൾ കാണിക്കുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഡോക്യുമെന്റ് ടൈപ്പ് HTML ആണ്. HTML എഴുതി, ബോഡിന്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു, പാരഗ്രാഫ് ടാഗിൽ ഹലോ എന്ന് എഴുതി. ഓക്കെ, അത് കഴിഞ്ഞു, ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ബ്ലോക്ക് ഔട്ട് ടാഗിന്റെ ഉള്ളിലാണ് ഞാൻ എന്തെഴുതിയത്, ബ്ലോക്ക് ഔട്ടിന്റെ ഉള്ളിലാണ് ഞാൻ വേൾഡും ഗുഡും എഴുതിയത്. സോ നമുക്ക് വെറുതെ വേൾഡ് ഗുഡ് എഴുതാൻ പറ്റില്ല. ദാറ്റ് ഓൾസോ ഷുഡ് ബി എൻക്ലോസ്ഡ് വിത്തിൻ പാരഗ്രാഫ് ടാഗ്. ഓക്കെ, അപ്പോൾ ഒരു പാരഗ്രാഫ് ടാഗിൻ്റെ ഉള്ളിൽ വേൾഡ് എന്ന് എഴുതി, നെക്സ്റ്റ് പാരഗ്രാഫിൻ്റെ ഉള്ളിൽ ഗുഡ്. ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ എഴുതുമ്പം പാരഗ്രാഫ് ടാഗിൻ്റെ ഉള്ളിലേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ബ്ലോക്ക് ഔട്ട് ക്ലോസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പുറത്ത് പിന്നെയും പാരഗ്രാഫ് ടാഗിൽ ഞാൻ മോർണിംഗ് എഴുതി. അപ്പോൾ എന്താണ്, ഹെലോ മോർണിംഗും ഔട്ട്സൈഡ് ആണ്, ബ്ലോക്ക് ഔട്ടിൻ്റെ ഉള്ളിൽ വരുന്നത് വേൾഡും ഗുഡും. സോ എങ്ങനെയാണ് ഇത് റെൻഡർ ചെയ്യുക? ഓക്കെ, HTML എങ്ങനെയാണ് അതിനെ പാർസ് ചെയ്തിട്ട്, HTML കോഡ് എങ്ങനെയാണ് അതിനെ പാർസ് ചെയ്തിട്ട് റെൻഡർ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ബോഡി ക്ലോസ് ചെയ്തു. ഓക്കെ, എല്ലാ കണ്ടന്റ്സും ഞാൻ പറഞ്ഞു ബോഡി ടാഗിൻ്റെ ഉള്ളിലേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ബോഡി ക്ലോസ് ചെയ്തു, വേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ HTML ക്ലോസ് ചെയ്തു. എന്നിട്ടോ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയേ, ഹലോ ഞാൻ പറഞ്ഞു എന്തിലാണുള്ളത്, ഹലോ പി ടാഗിലാണ്. സോ അത് നമ്മൾ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇനി വേൾഡും ഗുഡും ഐ ഹാവ് ടോൾഡ് ഇറ്റ് ഈസ് ഇൻ ബ്ലോക്ക് കോട്ട് എന്ന് പറഞ്ഞ ടാഗിലാണ്. അപ്പോൾ ഇറ്റ് വിൽ ബി ഇൻഡന്റഡ്, കുറച്ചും കൂടെ ഇൻഡന്റേഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിന് ഇത്ര സ്പേസ് വിട്ടിട്ട്, ആൻഡ് ലെഫ്റ്റിൽ നിന്ന് ഇത്ര സ്പേസ് വിട്ടിട്ട്, റൈറ്റ് സൈഡിൽ നിന്ന് ഇത്ര സ്പേസ് വിട്ടിട്ട് നമ്മൾ ഇൻഡന്റേഷൻ കൊടുക്കും. സോ ആ ഇൻഡന്റേഷൻ ഉള്ളത് കൊണ്ടാണ്, ഡിഫോൾട്ടായിട്ട് ഇൻഡന്റേഷൻ ഉള്ളത് കൊണ്ടാണ് വേൾഡും ഗുഡും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തത്. ഇനി മോർണിംഗ് എവിടെയുള്ളത്, പുറത്താണുള്ളത് അല്ലേ. മോർണിംഗ് എന്ന് പറയുന്നത് എവിടെയാണ്, ബ്ലോക്ക് ഔട്ട് കഴിഞ്ഞിട്ട് കൊടുത്തതാണ്. സോ അത് നമ്മളെ പി ടാഗിൽ അതേ അലൈൻമെന്റിൽ വരും. ഓക്കെ, ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. HTML സ്റ്റാൻഡേർഡിൽ പറഞ്ഞിട്ടുണ്ട് പി ടാഗ് യൂസ് ചെയ്യുമ്പോൾ ഫ്രം വെയർ യു ഹാവ് ടു റൈറ്റ്. ഓക്കെ, ഡിസ്പ്ലേ എങ്ങനെയായിരിക്കണം, അതുപോലെ ബ്ലോക്ക് ഔട്ട് ആണെങ്കിൽ എങ്ങനെയായിരിക്കണം. അപ്പോൾ അത് പറഞ്ഞത് നമുക്ക് മാറ്റാം. CSS കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്തിട്ട് അതിലെ പ്രോഗ്രാംസ് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റൈലും ഫോണ്ടും സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അത് നമുക്ക് നെക്സ്റ്റ് പിന്നെ പഠിക്കാം, കമ്മിങ് മൊഡ്യൂൾസിൽ പഠിക്കാം. ഇപ്പോൾ HTML ടാഗ്സ്, HTML ഫോർമാറ്റ് അത് മാത്രം, ബേസിക് ആയിട്ട് അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് ബ്ലോക്ക് ഔട്ട്? നോർമൽ ഫ്ലോ ഓഫ് ടെക്സ്റ്റ് എങ്ങനെയാണ്, ഈ ഹലോ മോർണിംഗ് ഒക്കെ പറഞ്ഞ പോലെ പാരഗ്രാഫ് ടാഗ് യൂസ് ചെയ്യുമ്പോൾ ഹലോ മോർണിംഗ് ഒക്കെ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, ലെഫ്റ്റിന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും ഡിസ്പ്ലേ ഉണ്ടാവുക. ബട്ട് ഇഫ് യു ഹാവ് ടു ഇൻറ്റൻറ്റ് ഓൺ ബോത്ത് സൈഡ്സ്, ഓക്കെ, വി യൂസ് എന്ത്, ബ്ലോക്ക് കോട്ട് ടാഗ് യൂസ് ചെയ്യാം. സോ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് ഇറ്റ് വിൽ ഇൻറ്റൻറ്റഡ്, അതാണ് വേൾഡും ഗുഡും. So this is the example for block quote notation tag. Okay, hope it is clear. Okay, next വരുന്നതാണ് ഫോണ്ട് സ്റ്റൈൽസ് ആൻഡ് സൈസസ്. ഫോണ്ട് സ്റ്റൈൽസ് ആൻഡ് സൈസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോണ്ട് എന്താണ്, കളറ് കാര്യങ്ങൾ, അതുപോലെ ഡിസ്പ്ലേ ചെയ്യേണ്ട സൈസ് അല്ലേ. ഫോണ്ട് സൈസ് എന്താണ്, നമ്മൾ വേർഡിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, സൈസസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമലി ഏർലിയർ മുന്നേ വെബ് ഡെവലപ്പേഴ്സ് ഒക്കെ വെബ് ഡിസൈനേഴ്സ് യൂസ് ചെയ്ത ടാഗ്സ് ആയിരുന്നു IB എന്നൊക്കെ പറഞ്ഞിട്ട്. I stands for ഇറ്റാലിക്സ് മോഡിൽ. ഓക്കെ, സ്ലാൻഡിങ് ടൈപ്പായിട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഇറ്റാലിക്സ് മോഡ് അറിയാലോ. പിന്നെ ബോൾഡ്, അതിനാണ് B എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തത്. പിന്നെ ബിഗ്, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്മോൾ കുറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടെക്സ്റ്റിനെ ഈ രീതിക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അലൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇറ്റാലിക്സ്, ബോൾഡ്, ബിഗ്, സ്മോൾ ഒക്കെ പറഞ്ഞിട്ട്. അത് മുന്നേ വെബ് ഡിസൈനേഴ്സ്
യൂസ് ചെയ്തിട്ടുള്ള കളക്ഷൻ ഓഫ് ടാഗ്സ് ആയിരുന്നു അത്. സോ അത് കുറെ കഴിഞ്ഞപ്പോൾ അതിന് വേർഷൻസ് വന്നു. ഓക്കെ, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ EM ടാഗ്. EM ടാഗ് സ്റ്റാൻഡ്സ് ഫോർ എംഫസൈസ് ടാഗ്. എംഫസൈസ് ടാഗ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിക്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഐനെ പോലെ തന്നെയാണ് എംഫസൈസ് ടാഗ്, ഇറ്റാലിക്സ് ടാഗ്. അതുപോലെ സ്ട്രോങ് ടാഗ്, എന്തിനെ ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കണ്ടന്റിനെ ഏതെങ്കിലും ഇപ്പം നമ്മളൊരു ലൈൻ എഴുതുമ്പോൾ ആ ലൈനിൻ്റെ ഏതെങ്കിലും ഒന്ന് ബോൾഡ് ഹൈലൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബോൾഡ് ടാഗ് യൂസ് ചെയ്യും അല്ലെ. മുന്നേ അത് B ആയിരുന്നു, ഇപ്പം സ്ട്രോങ് എന്ന് പറഞ്ഞ ടാഗാണ് യൂസ് ചെയ്യുക. പിന്നെ കോഡ്. കോഡ് എന്ന് പറഞ്ഞ ടാഗ് എന്തിനാ വേണ്ടിയിട്ട് അറിയോ? വേറെ രീതിയിൽ നമുക്ക് കാണിക്കണം. ഒരു ഒരു പാരഗ്രാഫ് കഴിഞ്ഞിട്ട് പ്രോഗ്രാം ആണ് എഴുതുന്നതെങ്കിൽ അതിന്റെ ഫോണ്ട് സൈസ് എന്താവണം? ഒരു സ്മോൾ, പ്രോഗ്രാം കോഡ് വേറൊരു ഫോണ്ടിലാണ് ഉണ്ടാവുക. സോ അത് കിട്ടാണ്ടിട്ട് വി യൂസ് കോഡ്. കോഡാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മോണോസ്പേസ് ഫോണ്ടിൽ കിട്ടും. മോണോസ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റും വിഡ്ത്തും ഒക്കെ സെയിം ആക്കിയിട്ട് ഉള്ളൊരു ടൈപ്പ് ഓഫ് ഫോണ്ടാണ്. സോ ആ ഫോണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് വി യൂസ് കോഡ് ടാഗ്. ഓക്കെ, ഇപ്പോൾ കറന്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിട്ടുള്ള ഇപ്പം കറന്റ് യൂസ് ചെയ്യുന്ന ടാഗ്സ് ആണ് EM എന്ന് പറഞ്ഞ ടാഗ്. EM is emphasized tag that is used to display the content in italics. അത് നെക്സ്റ്റ് വരുന്നതാണ് സ്ട്രോങ്. സ്ട്രോങ് ടാഗ് മീൻസ് ഇഫ് യു വാണ്ട് ടു ഹൈലൈറ്റ് എനി കണ്ടന്റ് ഓർ എനി വേർഡ്, ഓക്കെ, in an HTML document we use strong tag. Next, if you want to represent a program code indicate ചെയ്യാൻ വേണ്ടിയിട്ട് we use code tag. For example, cost equal to quantity into cost. ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമുക്കത് വേറൊരു ഫോണ്ട് കിട്ടണം. ഡയറക്റ്റ് നോർമൽ ടെക്സ്റ്റ് ഫോണ്ട് ഒക്കെ ആകുമ്പോൾ മനസ്സിലാവില്ല. സോ അതിന് സെപ്പറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കോഡ് ടാഗ് കൊടുക്കും. ഓക്കെ, ഇനി ഈ ഇപ്പൊ പറയുന്ന 3 ടാഗ് EM, കോഡ്, സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞ 3 ടാഗ്സിന് നമ്മൾ കണ്ടന്റ് ബേസ്ഡ് ടാഗ്സ് എന്നാണ് പറയാം. Content based tags. Content based tags means they are used to format the content appears. അല്ലെ, ഒരു ഡോക്യുമെന്റിൽ അപ്പിയർ ചെയ്യുന്ന കണ്ടന്റ്സിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കണ്ടന്റ് ബേസ്ഡ്. കാരണം നമ്മൾ ഒരു കണ്ടന്റിനെ ഇറ്റാലിക്സ് കോഡിലാക്കുന്നു, ബോൾഡ് ആക്കുന്നു, അതുപോലെ ഒരു പ്രോഗ്രാം കോഡ് അല്ലെ, അതിനൊക്കെ നമ്മൾ എന്താക്കുന്നു, മാറ്റുന്നു. അപ്പോൾ അതിനെ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടാഗ്സ് ആണ് കണ്ടന്റ് ബേസ്ഡ് ടാഗ്സ്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് ഔട്ട്, നമ്മൾ ബ്ലോക്ക് ഔട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് എഫക്റ്റ് ഇല്ല. അപ്പം ഇറ്റ് ഇസ് നോട്ട് എഫക്റ്റഡ് ബൈ ബ്ലോക്ക് ഔട്ട്. ബ്ലോക്ക് ഔട്ടിന്റെ എഫക്റ്റ് ഇതിൽ കിട്ടില്ല. അപ്പോൾ അതാണ് EM, കോഡ്, സ്ട്രോങ് എന്ന് പറഞ്ഞ 3 ടാഗ്. ഇനി പഠിക്കുന്ന 2 ടാഗാണ് സബും SUPയും. സബ് എന്താണ്? സബ്സ്ക്രിപ്റ്റ്, SUP സൂപ്പർസ്ക്രിപ്റ്റ്. എന്താണ് സബ്സ്ക്രിപ്റ്റ്? നമുക്ക് നോക്കാം. സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് യൂസ് ചെയ്യുമ്പോഴാണ്. നമ്മളിപ്പോൾ വേർഡിലാണെങ്കിലും ഇപ്പോൾ പവർ പോയിന്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാനിപ്പം ഈ x2 ക്യൂബ് പ്ലസ് y1 സ്ക്വയർ എന്ന് എഴുതിയത് സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റും സെലക്ട് ചെയ്തിട്ടാണ് എഴുതിയത്. ഒരു HTML ഡോക്യുമെന്റ് എഴുതുമ്പോൾ നമുക്കത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ടാഗ് വേണം. അതാണ് സബും SUPയും. ദീസ് ആർ നോട്ട് കണ്ടന്റ് ബേസ്ഡ്. ഇവർ കണ്ടന്റ് ബേസ്ഡ് അല്ല. കണ്ടന്റ് ബേസ്ഡ് ടാഗ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ടെക്സ്റ്റിനെയൊക്കെ നമ്മൾ മാറ്റുമ്പോഴൊക്കെയാണ് കണ്ടന്റ് ബേസ്ഡ് എന്ന് പറയുക. ഇവർ നമ്മൾ ജസ്റ്റ് എന്താണ് കണ്ടന്റ് ബേസ്ഡ് ടാഗ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് ദേ ആർ ഓൾസോ ക്യാരക്ടർ മാറ്റുക. ഓക്കെ, അപ്പോൾ ദീസ് ആർ നോട്ട് കണ്ടന്റ് ബേസ്ഡ് ടാഗ്സ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം? x2 ക്യൂബ് പ്ലസ് y1 സ്ക്വയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഇനി ഇതാണ് അതിൻ്റെ കോഡ്. എക്സ് വേരിയബിൾ സബ് ടാഗ് ഇടുക. സബിൽ എന്താ വേണ്ടത്? സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ താഴെ വരുന്നത്, സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിൽ പവറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് സബ്സ്ക്രിപ്റ്റ് എന്താ വേണ്ടത്? x2 എന്നാണ് വേണ്ടത്. സോ എക്സ് സബ്സ്ക്രിപ്റ്റ് 2 എന്നിട്ട് എന്ത് ചെയ്യുക? സബ് ടാഗ് ക്ലോസ് ചെയ്യുക. ഓക്കെ, സ്ലാഷ് സബ്. ഇനി എന്താ വേണ്ടെങ്കിൽ എനിക്ക് സൂപ്പർ സ്ക്രിപ്റ്റ് കിട്ടണം. സൂപ്പർ സ്ക്രിപ്റ്റ് ഏതാണ്? ക്യൂബാണ്. x2 ക്യൂബ് അല്ലേ, ക്യൂബ് കിട്ടണം. സോ SUP ടാഗ് 3. ഓക്കെ, കണ്ടന്റ് എന്താണ്? 3 ആണ്. SUP ടാഗ് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞു. അപ്പോൾ x2 ക്യൂബ് കിട്ടി. ഇനി പ്ലസ് സൈൻ, പ്ലസ് എന്ത് വരും? y. അപ്പോൾ y എഴുതി. ഇനി എന്താ വേണ്ടത്? 1. സബ്സ്ക്രിപ്റ്റിൽ 1 കിട്ടണം. സബ് 1 സ്ലാഷ് സബ്. സബ് ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി സ്ക്വയർ. പവർ എന്ത് വേണം? സ്ക്വയർ വരണം. സോ സൂപ്പർ സ്ക്രിപ്റ്റ് 2 അല്ലേ, സ്ക്വയർ ആണ്, 2 ആണ്. സൂപ്പർ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു. ഇങ്ങനെ എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് HTML ഫോർമാറ്റിൽ നമുക്ക് HTML പേജിൽ ഈ ഒരു ഇക്വേഷൻ വർക്കാവും. മനസ്സിലായല്ലോ? x2 ക്യൂബ് പ്ലസ് y1 സ്ക്വയർ. അതിനാണ് സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ 2 ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ബട്ട് ദേ ആർ നോട്ട് ക്ലാസിഫൈഡ് ആസ് കണ്ടന്റ് ബേസ്ഡ് ടാഗ്. കണ്ടന്റ് ബേസ്ഡ് ടാഗ് ഏതാണ്? എക്സാമ്പിൾ ഓർത്തിരിക്കണം. കണ്ടന്റ് ബേസ്ഡ് ടാഗിന്റെ എക്സാമ്പിൾ EM സ്റ്റാൻഡ്സ് ഫോർ എംഫസൈസ് ടാഗ്, ഇറ്റാലിക്സിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇറ്റാലിക്സ് മോഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ സ്ട്രോങ് ടാഗ്, സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ബോൾഡ് കിട്ടാൻ വേണ്ടിയിട്ട്. കോഡ് ടാഗ്, ഇതിന് മോണോസ്പേസ് ഫോണ്ട് കൊടുത്തിട്ട് നമ്മൾ പ്രോഗ്രാം കോഡിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഡ് ടാഗ്. ഇവർ മൂന്നാളാണ് കണ്ടന്റ് ബേസ്ഡ് ടാഗ്സ് ആയിട്ട് പറയുന്നത്. പിന്നെ another important two tags ആണ് സബും SUPയും. They are not content based but they are very important. ഓക്കെ, അതാണ് ഫോണ്ട് സ്റ്റൈൽസും സൈസും പറയുന്നത്. ഇനി നമുക്ക് പറയുമ്പം ടാഗ്സിനെ ബ്രോഡ്ലി 2 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. 2 ടൈപ്സ് ഏതൊക്കെയാണ്? ബ്ലോക്ക് ടാഗും ഇൻലൈൻ ടാഗും. ഓക്കെ, ടാഗിനെ ജസ്റ്റ് അറിഞ്ഞിരിക്കണം, കാരണം അത് ജസ്റ്റ് ഒരു 3 മാർക്സിന് ചോദിക്കാം. ഓക്കെ, വിത്ത് എൻ എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, കാരണം എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, ടാഗിനെ നമുക്ക് നോർമലായിട്ട് ബ്ലോക്ക് ടാഗും ഇൻലൈൻ ടാഗും ആയിട്ട് കൺസിഡർ ചെയ്യാം. ബ്ലോക്ക് ടാഗ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്സ് ദ കറന്റ് ലൈൻ സോ ദാറ്റ് ഇറ്റ്സ് കണ്ടന്റ് അപ്പിയേഴ്സ് ഓൺ എ ന്യൂ ലൈൻ. അതായത് ഒരു ബ്ലോക്ക് ടാഗ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ന്യൂ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ വർക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ലൈനിലോട്ട് മൂവ് ചെയ്യും. അതായത് നമ്മുടെ H1 ടാഗ് ഹെഡിങ് എപ്പോഴും എന്താണ്? ഒരു ലൈനിലാണ് കാണിക്കുക, അത് വേറെ ഒന്നിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടൊന്നല്ല ഉണ്ടാവുക ഹെഡിങ്. പക്ഷെ അതുപോലെ ബ്ലോക്ക് കോട്ട് അതും ഒരു സെപ്പറേറ്റ് ലൈനിലാണ് ഉണ്ടാവുക. പാരഗ്രാഫ് ടാഗ് അതും ഒരു സെപ്പറേറ്റ് ലൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു കറണ്ട് ലൈനിന് ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിൽ കണ്ടന്റിനെ കൊടുക്കും, ന്യൂ ലൈനിൽ കണ്ടന്റിനെ കൊടുക്കും. അതാണ് എന്ത്? ബ്ലോക്ക് ടാഗ്. ഓക്കെ, കറണ്ട്ലി ഇപ്പം എവിടെയാണോ നിൽക്കുന്നത് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ന്യൂ ലൈനിലാണ് അതിന് എപ്പോഴും കൊടുക്കുക. പാരഗ്രാഫ് ടാഗ് ആണെങ്കിലും ബ്ലോക്ക് ഔട്ട് ആണെങ്കിലും ഹെഡിങ് എവറിത്തിങ്. സോ ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, ബ്രേക്സ് ദ കറന്റ് ലൈൻ, മൂവ്സ് ടു നെക്സ്റ്റ് ലൈൻ. കണ്ടന്റ് എപ്പോഴും ന്യൂ ലൈനിലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അങ്ങനെ ഓർത്താൽ മതി. കണ്ടന്റ് വിൽ ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് ന്യൂ ലൈൻ. അതാണ് ബ്ലോക്ക്. ഇനി അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻലൈൻ. ഓക്കെ, കണ്ടന്റ് അപ്പിയേഴ്സ് ഓൺ ദ കറന്റ് ലൈൻ. കറന്റ് ലൈനിൽ തന്നെ കൊടുക്കും. ഇപ്പം നമ്മൾ എംഫസൈസ് ടാഗ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിക്സ് ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊരിക്കലും ന്യൂ ലൈനിലൊന്നും വരേണ്ട ആവശ്യമില്ല. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സെന്റൻസിൽ എവിടെയൊക്കെയോ ഇറ്റാലിക്സ് ഫോണ്ട് വരണം. അതിന് എന്താ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പെൻഡിലിറ്റി തന്നെ പോവാം. എംഫസൈസ് ടാഗ് സ്ട്രോങ്, അതുപോലെ BR ഒരു ഇൻലൈൻ ടാഗ് ആണ്. BR എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ദ ലൈൻ എന്ന് പറഞ്ഞ ടാഗ് ആണല്ലോ, അതൊരു ഇൻലൈൻ ആണ്. ഓക്കെ, അതുപോലെ സ്പാൻ എന്ന് പറഞ്ഞ ടാഗ്, അതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയാണ് ഇൻലൈൻ ടാഗും ബ്ലോക്കും. എന്താണ് ബ്ലോക്ക്? ഇറ്റ് ബ്രേക്സ് ദ കറന്റ് ലൈൻ ആൻഡ് കണ്ടൻസ് അപ്പിയേഴ്സ് ഇൻ ന്യൂ ലൈൻ. ഇൻലൈൻ്റെ കേസിലാണെങ്കിൽ കണ്ടന്റ് അപ്പിയേഴ്സ് ഓൺ ദ കറന്റ് ലൈൻ. ഓക്കെ, അതാണ് ഡിഫറൻസ്. എക്സാമ്പിൾ നോക്കുമ്പോൾ ക്ലിയർ ആവും. ഇതുവരെ ഓക്കെ ആണോ? അഭിനന്ദ് ഓക്കെ ആണോ? ഓക്കെ, അഞ്ജലി അനുഗ്രഹ്. ഓക്കെ, അപ്പോൾ അതാണ് ബ്ലോക്കും ഇൻലൈൻ ടാഗും. എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ശ്രദ്ധിക്കണേ, ഡിവ് ബ്ലോക്ക് ടാഗ് ആണ്, സ്പാന് ഇൻലൈൻ ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നോക്ക്, ബോഡി കൊടുത്ത് HTML ബോഡി ഡിവ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഡിവൈഡ് ചെയ്യാനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്പാൻ ആണെങ്കിലും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ പേജിനെ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ പേജിന് വേറൊരു സ്റ്റൈല് കൊടുക്കുക. ഓക്കെ, അതാണ് ഡിവ് ടാഗിനെ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കുക, ഡിവ് സ്റ്റൈൽ ഈക്വൽ ടു ബോർഡർ ആണ് കൊടുക്കേണ്ടത്. അതിന്റെ വിഡ്ത്ത് കൊടുത്തു. ഓക്കെ, അതിന്റെ ബോർഡറിന്റെ തിക്നെസ് കൊടുത്തു. എന്താണ് കളറ്? സോളിഡ് ബ്ലാക്ക് ആണ് കളറ്. ആർക്കാണ് അതിന്റെ കണ്ടന്റ്? ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ആൾക്കാണ് ഈ കണ്ടന്റിനാണ് ഈ സ്റ്റൈല് കൊടുക്കേണ്ടത്. അതാണ് ഡിവ് ടാഗിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിവൈഡ് ചെയ്യാം. എന്തിനെ ഡിവൈഡ് ചെയ്യാം? ഈ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ കണ്ടന്റിന് എന്ത് സ്റ്റൈല് കൊടുക്കുക? ബോർഡർ സ്റ്റൈല് കൊടുക്കുക വിത്ത് തിക്നെസ് 1 pixel ആൻഡ് ദ കളർ ഈസ് സോളിഡ് ബ്ലാക്ക്. ഡിവ് ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് ടാഗ് വരെ എന്താണ്? പാരഗ്രാഫ് ടാഗും ബ്ലോക്ക് ടാഗ് ആണ്. നെക്സ്റ്റ് ലൈനിലേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഡിവ് എലമെന്റ് എന്തൊക്കെയോ കണ്ടന്റ് അതിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. പാരഗ്രാഫ് ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി HTML ക്ലോസ് ചെയ്തു. എന്താണ് ഔട്ട്പുട്ട്?
div ടാഗിന്റെ ഔട്ട്പുട്ട് എന്താണ്? ഹലോ വേൾഡ് ആണ് അല്ലേ? കാരണം അതിന്റെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ കണ്ടന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹലോ വേൾഡ് ബോർഡർ കൊടുത്തിട്ട് കാണാം. കണ്ടോ? ലെഫ്റ്റ് ടു കംപ്ലീറ്റ് ആ പേജിന്റെ റൈറ്റ് വരെ ബോർഡർ പോകും. ലെഫ്റ്റ് ടു റൈറ്റ് കംപ്ലീറ്റ് ബോർഡർ പോവും. സോളിഡ് ബ്ലാക്ക് കളറാണ്, 1 പിക്സൽ ആണ് അതിന്റെ തിക്നെസ്. എന്നിട്ട് എന്ത് നെക്സ്റ്റ് എന്താ കാണുന്ന പാരഗ്രാഫ് ടാഗ് ആണ്. അത് നെക്സ്റ്റ് ലൈനിലേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ പാരഗ്രാഫ് ടാഗ്. നെക്സ്റ്റ് ലൈനിൽ വന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് എന്താ? ദ div element is a block element and will always start on a new line and takes up the full width available. നിങ്ങളുടെ ഫുൾ വിഡ്ത്ത് ആണ്, ലെഫ്റ്റ് ടു കംപ്ലീറ്റ് സ്ട്രെച്ച് ചെയ്തിട്ട് റൈറ്റ് വരെ പോയിട്ട് ഫുൾ വിഡ്ത്ത് അവരെടുക്കും. അങ്ങനെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും ബോർഡറൊക്കെ കൊടുക്കാനായിട്ടാണ് div ടാഗ് നമ്മൾ യൂസ് ചെയ്യണത്. ഡിവും എന്താണ്? ഒരു ബ്ലോക്ക് ടാഗ് ആണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ലൈനിലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതുപോലെ പാരഗ്രാഫും എന്താണ്? ബ്ലോക്ക് ടാഗ് ആണ്, ന്യൂ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതാണ് ബ്ലോക്ക് ടാഗിന്റെ കേസ്. ക്ലിയർ ആണോ? ഡിവ് നിങ്ങളിപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണ്ട, നമുക്ക് കുറച്ചും കൂടെ ഫോം ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓർക്കാം. അത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. എന്താണ്? div ഡിവൈഡ് ടാഗ് ആണ്. നമ്മൾ സ്റ്റൈല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ div ടാഗിന്റെ ഉള്ളിൽ തന്നെ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ div ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, div അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു കൊടുക്കുക ഇവിടെ തന്നെ. എന്നിട്ട് എന്ത് ചെയ്യുക? ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതാണ് ഇത് കംപ്ലീറ്റ് ഓപ്പണിംഗ് ആണ് ഡിവിന്റെ. കണ്ടോ? ഡിവിന്റെ ആട്രിബ്യൂട്ട് വാല്യൂയും കൂടെ അവിടെ പറഞ്ഞു കൊടുക്കണം. ആട്രിബ്യൂട്ട് ഈക്വൽ ടു വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ് പഠിച്ചല്ലോ. സോ അതാണ്, അത് കംപ്ലീറ്റ് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് കണ്ടന്റ്, ഏത് കണ്ടന്റിനാണ് ആ എഫക്ട് വരേണ്ടത്, ആ കണ്ടന്റ് പറഞ്ഞു കൊടുക്കുക, div ടാഗ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ബ്ലോക്ക് ടാഗിന്റെ എക്സാമ്പിൾ. ഇനി ഇൻലൈൻ ടാഗിന്റെ നോക്കിയേ. സെയിം HTML ബോഡി പാരഗ്രാഫ് ടാഗിൽ ഞാൻ എഴുതി ദിസ് ഈസ് എൻ ഇൻലൈൻ സ്പാൻ. ഇൻലൈൻ സ്പാൻ ആണ്. സ്പാൻ ടാഗ് ഓപ്പൺ ചെയ്തു. അതും ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഇറ്റ് ഈസ് എൻ ഇൻലൈൻ. ഓക്കെ, സ്പാൻ സ്റ്റൈൽ ഈക്വൽ ടു ബോർഡർ 1 പിക്സൽ ആണ്, സോളിഡ് ബ്ലാക്ക് കളറാണ്. ഹലോ വേൾഡിനെയാണ് സ്പാൻ ചെയ്യേണ്ടത്. സ്പാൻ ടാഗ് ക്ലോസ് ചെയ്തു. എന്നിട്ട് എലമെന്റ്സ് ഇൻസൈഡ് എ പാരഗ്രാഫ് കണ്ടിന്യൂ ചെയ്തു. ഇനി അടുത്ത പാരഗ്രാഫിൽ വേറെ കുറേ കണ്ടന്റ്സ് എഴുതി. ഓക്കെ, ബോഡി ക്ലോസ് ചെയ്ത് HTML ക്ലോസ് ചെയ്തു. എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ. ഫസ്റ്റ് പാരഗ്രാഫ് ടാഗ് എന്താണ്? ഒരു ബ്ലോക്ക് ടാഗ് ആണ്. സോ ഒരു ന്യൂ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യും. ദിസ് ഈസ് ആൻ ഇൻലൈൻ സ്പാൻ. അതുവരെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പാനിന്റെ ടാഗ് വർക്ക് ചെയ്യും. ഹലോ വേൾഡിനാണ് ഈ സ്റ്റൈല് കൊടുക്കേണ്ടത്. സോ ഹലോ വേൾഡിന് എന്ത് ചെയ്യും? ഒരു ബോർഡർ കൊടുക്കും, 1 പിക്സൽ വിത്ത് സോളിഡ് ബ്ലാക്ക് കളർ. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും? എലമെന്റ് ഇൻസൈഡ് പാരഗ്രാഫ് അതേ ലൈനിൽ തന്നെ കിട്ടും. കാരണം ലൈൻ ബ്രേക്ക് എവിടെയും വരുന്നില്ല. കേട്ടോ, സ്പാൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഇൻലൈൻ ആണ്, അത് അതിന്റെ കൂടെ തന്നെ അങ്ങ് പോകും. ഇവിടെ div ആണ് യൂസ് ചെയ്തതെങ്കിൽ ഹലോ വേൾഡ് നെക്സ്റ്റ് ലൈനിൽ വന്നേനെ. ഓക്കെ, സ്പാൻ ടാഗ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് എൻ ഇൻലൈൻ ടാഗ്. സോ അവിടെ തന്നെ വന്നു. ഇനി ആ പാരഗ്രാഫ് ടാഗ് അവിടെ തീർന്നു. ഇനി അടുത്ത പാരഗ്രാഫ് വരുമ്പോൾ എന്താ? ന്യൂ ലൈനിൽ വരണം. കാരണം എന്താ? പാരഗ്രാഫ് ടാഗ് ഈസ് എ ബ്ലോക്ക് ടാഗ്. അടുത്ത ലൈനിൽ അതിലെ കണ്ടന്റ്സും കൂടി ഡിസ്പ്ലേ ആവും. മനസ്സിലായോ? അതാണ് ഇൻലൈനും ബ്ലോക്ക് ടാഗും തമ്മിലുള്ള ഡിഫറൻസ്. എന്തായാലും എക്സാമ്പിൾ 3 മാർക്സിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻലൈൻ ആൻഡ് ബ്ലോക്ക് ടാഗ്? വിത്ത് ആൻ എക്സാമ്പിൾ പറയണം. ഇതുപോലത്തെ എക്സാമ്പിൾ കോഡിങ് ചെറിയ ഫുൾ എഴുതുന്നില്ല. ഇതുപോലെ എന്തെങ്കിലും ഇപ്പം ഇത്രയും കണ്ടന്റ് എഴുതണ്ട. പാരഗ്രാഫിൽ നിങ്ങൾക്ക് ഇപ്പം വേറെ എന്തെങ്കിലും സിമ്പിൾ വേർഡ്സ് കൊടുത്താലും മതി. ആ ഒരു അലൈൻമെന്റ് കാണിക്കണമെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? രണ്ടിന്റെയും എക്സാമ്പിൾ വെച്ചിട്ട് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ മീൻസ് യു ഹാവ് ടു റൈറ്റ് div. ഈ ഡിവും സ്പാനും തന്നെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ. ഓക്കെ, div കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹലോ വേൾഡ് കാണിക്കുക, സ്പാന് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ വേൾഡ് എങ്ങനെയാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. സോ അത് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം? നമ്മൾ വെച്ച് എഴുതുക. 3 മാർക്സോ 5 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, കാരണം തിയറി അധികം ഇല്ല. തിയറി എന്തേ ഉള്ളൂ? ജസ്റ്റ് ഈ ലൈൻ മാത്രമേ ഉള്ളൂ. ബ്ലോക്ക് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ഇൻലൈൻ അതിന്റെ കൂടെ തന്നെ അറ്റൻഡ് ചെയ്യും. അപ്പൊ എക്സാമ്പിളും കൂടെ എഴുതി കഴിഞ്ഞാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? ഇതെടുത്തത് ക്ലിയർ ആണോ? അജ്മൽ പറഞ്ഞേ, വാട്ട് ഈസ് ബ്ലോക്ക് ടാഗ്? അജ്മൽ, വാട്ട് ഈസ് ബ്ലോക്ക് ടാഗ്? അജ്മൽ ഇല്ലേ? അജ്മൽ, അനഘ, what is block tag?
ബ്ലോക്ക് ടാഗ് എന്ന് പറയുന്നത് ഈ കറണ്ട് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ലൈനിന്റെ കണ്ടന്റ് അപ്പിയർ ചെയ്യുന്നതാണ്. H1 to H6 ഉണ്ട്, ബ്ലോക്ക് ഔട്ട്. ഓക്കെ, കാർത്തിക്, വാട്ട് ഈസ് ഇൻലൈൻ ടാഗ്? ഇൻലൈൻ ടാഗ് എന്താണ്? ഇൻലൈന് സെയിം ലൈനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. സെയിം ലൈനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതിന് എക്സാമ്പിൾ നമ്മളിപ്പോൾ പഠിച്ച എക്സാമ്പിൾ ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞത് ഏതാണ്? സ്പാൻ അല്ലേ? ഡിവ് എന്ന് പറയുന്നത് ബ്ലോക്കിന്റെ എക്സാമ്പിൾ ആണ്. ഇൻലൈനിന്റെ എക്സാമ്പിൾ ആണ് സ്പാൻ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, then content based tags an example. Advait, examples for content based tag എന്താണ്? ജസ്റ്റ് ഒരു എക്സാമ്പിൾ അങ്ങ് പറയാം. അദ്വൈത് ഇല്ലേ? അദ്വൈത്, നിങ്ങൾക്കൊന്നും എടുത്തത് മനസ്സിലായിട്ടില്ല അല്ലേ? ദേവിക, ദേവിക, ദേവിക ഇല്ലേ? കീർത്തന, കീർത്തന, example for content based tag. content based ടാഗിന്റെ എക്സാമ്പിൾ എന്താ? കീർത്തന പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് എടുക്കുന്നത് മനസ്സിലാവുന്നില്ലേ? ഓക്കെ ആണെന്നുള്ള റെസ്പോൺസ് കിട്ടുന്നതല്ലോ. കണ്ടന്റ് ബേസ്ഡ് ടാഗിന്റെ എക്സാമ്പിൾ ആണ് EM, എംഫസൈസ് ടാഗ്, കോഡ് ടാഗ് ആൻഡ് സ്ട്രോങ് ടാഗ്. സബും സൂപ്പർസ്ക്രിപ്റ്റും എന്താണ്? ഇറ്റ് ഇസ് നോട്ട് കണ്ടന്റ് ബേസ്ഡ് ടാഗ്. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ മെയിൻലി ടാഗ്സ് പറയുമ്പോൾ ബ്ലോക്കും ഇൻലൈനും പറഞ്ഞാൽ മതി. ഓക്കെ, ബ്ലോക്കും ഇൻലൈനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. മെസ്സേജ് ഒന്നും ചെയ്യും, ക്ലിയർ അല്ലേ? അറ്റൻഡൻസ് പറഞ്ഞേ. ആകാശ്, ആകാശ്, ആകാശ് ആബ്സെന്റ് ആണോ? ഓക്കെ, അഭിനന്ദ്. ഓക്കെ, അഭിനവ്, അഭിനവ്, അഭിനവ് ആബ്സെന്റ്. ആദർശ്, അദ്വൈത്, അജ്മൽ, അജ്മൽ, അജ്മൽ ആബ്സെന്റ് അല്ലേ? അഖിൽ, ഓക്കെ, അനഘ, ഓക്കെ, അഞ്ജലി, അനുഗ്രഹ്. അഭിനവ് പ്രസന്റ് ചെയ്യുന്ന കോൾ വന്നിട്ട് കട്ടായി പോയത്. അഭിനവ് പ്രസന്റാ? അഞ്ജലി, അഞ്ജലി, ഓക്കെ, അനുഗ്രഹ്, ഓക്കെ, അത്തിൻ, അതുൽ, ദേവിക, ദിൽന, മസ്ന, ജസ്ന, കാർത്തിക്, കീർത്തന, മുഹമ്മദ് സിനാൻ, മുഹമ്മദ് ഇജാസ്, ഇജാസ് ആബ്സെന്റ്. നഫ, നഫ, നേഹ, 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 നേഹ ആബ്സെന്റ്. നേഹയുണ്ടോ? നഫയല്ല, നേഹയുണ്ടോ? നിതിൻ,
Pranav A, Pranav C, Reza Khalid, Razana Nehala, Rizwin, Roshan, Absanda, Sahala B, Sahala N, Sangeet, Present, Miss. Sarang, Present, Miss. Sharon, Shraddha, Vishnu, Vaishnavi, Srishma, Anjita, Shirona. Okay, so absent is Ijaz, Neha, and സ്നേഹ പ്രസന്റ് ആണ്. Neha ഉണ്ടോ? ഇജാസ് ഉണ്ട്. Okay, Is it- റോഷൻ ഉണ്ടോ? റേഞ്ച് കട്ടാണ്. Okay, റോഷൻ ഇത് ഉണ്ടോ? റോഷൻ ഇത്രയേറെ ഉണ്ടായിരുന്നു. അവന്റെ ഫോണിന് എന്തോ പറ്റിയത്. അവൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിന്, പിന്നെ ഒന്നും കണ്ടില്ല. റോഷന്റെ നെയിം ഇതിലുണ്ട്. ആ നെയിം ഉണ്ട്. അവൻ ഇത്രയേറെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫുൾ പ്രസന്റ് അല്ലേ? ഓക്കെ ഓക്കെ, അപ്പോൾ താങ്ക് യു. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇതുവരെ ഉള്ളത് നോക്കണേ. പിന്നെ നെക്സ്റ്റ് അസൈൻമെന്റ് അവറിൽ ഞാൻ പറഞ്ഞു എന്താണ് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും. ഫസ്റ്റ് മോഡ്യൂളിലെ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും. സോ പഠിച്ചോ കേട്ടോ. ഓക്കെ, താങ്ക് യു.